ഇന്നലെ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയെ കണ്ടു. വലിയ ബൈക്കിൽ ഒരുത്തൻ വന്നിരുന്നു. ഇന്ദിവരത്തിൽ. ഇന്ദിവരത്തിലോ? അപ്പോ അജി കാണില്ല അവളെ? ഞാനും കരുതിയതാ ശരിക്കും അവരെ അജിക്കുഞ്ഞ് കാണുമെന്ന്. പക്ഷെ ആ കുഞ്ഞ് അതും കണ്ടില്ല. ചായ ചോദിച്ച് മുകളിലോട്ട് പോയ കുഞ്ഞിന് ഞാൻ ചായ വഹിച്ചത് അങ്ങനെയെങ്കിലും താഴെ വന്ന ആ പെങ്കൊച്ചിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച. എത്രാന്ന് വെച്ചാ അജിമോനെ ഇങ്ങനെ പറ്റിക്കുന്നത് ഞാൻ കണ്ടു നിൽക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. ശങ്കുണ്ണിയേട്ടൻ കാര്യം വിശദമായിട്ട് പറയാം. പെണ്ണിന്റെ പേരറിയോ ശങ്കുണ്ണിയേട്ടന്? ഇല്ല. കൊണ്ടുവന്ന ആളുടെയോ? അതെന്തോ ശാന്തനെന്നോ സത്യനെന്നോ എന്തോ ആണ്. അജിമോന്റെ കൂട്ടുകാരനാണെന്നോ പരിചയക്കാരനാണെന്നോ തീർച്ചയായിട്ടും പറയാം. അജി ആ പെൺകുട്ടിയെ കണ്ടില്ലെന്ന് തീർച്ചയല്ലേ? തീർച്ച. അജിക്കുഞ്ഞിന്റെ കഷ്ടകാലത്തിനും അവരുടെ നല്ല കാലത്തിനും ആ പെൺകുട്ടി അജിമോൻ കണ്ടില്ല. ഏതായാലും ഒന്നുറപ്പാ, അവരിവിടെ അടുത്ത ചുറ്റുപാടിൽ എവിടെയോ ഉണ്ട്. തൊട്ടടുത്തല്ലെന്നേ ഉള്ളൂ. ശങ്കുണ്ണിയേട്ടൻ പെൺകുട്ടിയെ കണ്ടെങ്കിൽ പിന്നെന്താ അജിയോട് പറയാതിരുന്നത്? ആദ്യം ഞാനും ആലോചിച്ചതാ അജിക്കുഞ്ഞിനോട് പറഞ്ഞാലോ എന്ന്. പക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിൽ ഒന്നും ഇരിക്കില്ല. ഉടനെ ചോദിച്ചു കളയും. ഇത് ആ വീട്ടിൽ നടന്ന കാര്യമായോണ്ട് ഞാൻ മാത്രമേ കണ്ടിട്ട് പറയൂ എന്ന് കുഞ്ഞമ്മയ്ക്ക് ഉറപ്പാ. അതുകൊണ്ട് അജിക്കുഞ്ഞ് എടുത്തടിച്ചതുപോലെ ചോദിച്ചാ ഞാൻ കള്ളനാവും. അതോടെ എന്റെ പണിയും പോവും. അതാ ഞാൻ പിന്നെ. സാരില്ല, എന്നോട് വന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓ, അതുകൊണ്ട് മോളെ അറിയിച്ച മോള് വേണ്ട പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാ ഞാൻ ചൂടോടെ ആ വാർത്തയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? ശങ്കുണ്ണിയേട്ടൻ നിക്ക്. ഓ, അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി ശങ്കുണ്ണിയേട്ടൻ. അയാളെ നീ ഇപ്പം ഒരു സ്ഥിരം ചാരനാക്കി അല്ലേ മോളെ? ഇത് ഞാനും ആ തമ്പുരാട്ടിമാരും തമ്മിലുള്ള യുദ്ധമല്ലേ അച്ഛാ? എനിക്കും വേണ്ടേ ചില ചെറിയ പിടിവള്ളികള്? ഓ ആയിക്കോട്ടെ. എന്നിട്ട് എന്തൊക്കെ വള്ളികൾ കിട്ടി പിടിച്ചു കയറാൻ? കേൾക്കട്ടെ. ആ പെണ്ണിനെയും കൊണ്ട് ഒരുത്തൻ വീട്ടിൽ വന്നതും അജി കാണാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതുമാണ് പുതിയ കഥ. അജി പെണ്ണിനെ കണ്ടില്ല, പക്ഷേ പുരുഷനെ അജിക്ക് അറിയാത്രേ. പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവരുടെ കുടുംബം ആദ്യം താമസിച്ച ഒരു ഏരിയ ഉണ്ട്. അതിനടുത്ത് എവിടെയോ ആകും അജിയുടെ പരിചയക്കാരുള്ളത്. ഒരു റൗണ്ട് അടിച്ചാലേ അതാരാണെന്ന് അറിയാൻ പറ്റൂ. അപ്പൊ നീ ജയത്തിലേക്കുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു എന്നർത്ഥം. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വിജയീ ഭവ. താങ്ക് യു.